അവരെയും കൂടെ വെളിയിലാക്കി ഇത് കേസന്വേഷണം മുന്നോട്ട് പോകാം. ഈ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ട് നിങ്ങളെ പോലും അറിയിക്കാൻ അവർ തയ്യാറായില്ല. ഇല്ല ഞങ്ങൾ കൂടെ 8:30 മണിയുടെ കൂടെ അത്രയും ഓടി നടന്നു. എന്നിട്ട് പോലും ഒരു വീട്ടിൽ വിളിച്ച് പറഞ്ഞില്ല. ഇവർ വന്നിട്ട് പോലും നമ്മൾ അറിയുന്നില്ല പോലീസുകാരാണെന്ന്. സിവിൽ ഡ്രസ്സിലാണ് വന്നത്. ഇവിടെ വന്ന സമയത്ത് ഞാൻ കസേരയൊക്കെ ഇട്ട് കൊടുക്കുന്നു. അപ്പോഴാണ് അവർ പറയണ വന്ന കാര്യം അറിഞ്ഞതെന്ന്. ഞാൻ പറഞ്ഞ എന്തൊരു വന്ന കാര്യം എൻ്റെ ഭാര്യ കൊണ്ടുവന്നില്ല. അപ്പോൾ എൻ്റെ ഭാര്യ പറയണത്, ചേട്ടാ ഇതൊക്കെ എന്നെ ഈ മോഷണ കേസ് പ്രതിയാക്കിയെന്ന്. നമ്മൾ അന്തം വിട്ടു. എൻ്റെ കുടുംബത്തിന് ഇങ്ങനെ ഒന്നും സംഭവിച്ചില്ല. ഞങ്ങൾ 4 പേര് ഞങ്ങളിവിടെ വന്ന് അധ്വാനിച്ചിട്ട് എൻ്റെ മക്കളെ വളർത്തുന്നത്. ഇതേപോലെ മോട്ടി ജീവിക്കേണ്ട കാര്യമില്ല നമുക്ക്. നിങ്ങളോട് മോശമായി പെരുമാറിയോ അവര്? ഞാൻ എൻ്റെ ഭാര്യയെ കാണാൻ ചെന്നപ്പം അവിടെ ഒരു പോലീസുകാരൻ പറയുന്നത് എന്നെ തെറി വിളിച്ചിട്ട് പറഞ്ഞു, നീ മാത്രം കണ്ടുപോലും വെളിയിലിട്ടാണ്. ആ പോലീസുകാരനെ എനിക്കറിയില്ല. അവരും കാക്കിയിലല്ല, സിവിൽ ഡ്രസ്സില്ല. എസ് ഐ ഇല്ല. പോലീസിനെ കണ്ടറിയാം എനിക്ക്. എന്താ പറഞ്ഞത്? വെളിയിൽ നിന്നില്ല, നീ മാത്രം എന്റെ ഭാര്യയെ കാണരുത്, ഞങ്ങൾക്കറിയാം. അവൾ കോടതി കൊണ്ടുവരുമ്പോ നീ 11 മണിക്ക് കണ്ടാതി എന്നാണ് പറഞ്ഞത്. ഭക്ഷണമായിട്ട് ചെന്നപ്പോ എന്റെ മോനെ ചെന്നത്. എന്നെ ദൂരെ നിർത്തിയിരിക്കുകയല്ലേ. എന്റെ മോൻ ചെന്ന സമയത്ത് പറഞ്ഞു, നീ ഒന്ന് ഭക്ഷണം കൊടുക്കണ്ട, നീയൊക്കെ ഭക്ഷണം കൊടുത്ത് ഒരു പ്രതിയെ കിട്ടിയപ്പോ ഭക്ഷണം കൊടുത്ത് വിഷം കൊടുത്ത് കൊല്ലാൻ കൊണ്ടുവരണമെന്ന് എന്റെ മോനൊക്കെ പറഞ്ഞത്. എന്നിട്ട് ഞങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പം എന്താണ് എസ് ഐ പറഞ്ഞത്? ഇറങ്ങി വരുന്ന സമയത്തൊന്ന് എസ് ഐ നമ്മളൊക്കെ ഞാൻ പറഞ്ഞു, പോലീസുകാരെ നമ്മളെ പറഞ്ഞു, പോയിട്ടുണ്ട് വീട്ടുകളിൽ പോയിട്ടുണ്ട്, ഇനി നാളെ 11 മണിക്ക് കോടതി കൊണ്ടുപോകുമ്പോൾ കണ്ടാതി എന്നാണ് പറഞ്ഞത്. നിങ്ങളെ കാണാൻ പോലും അനുവദിച്ചില്ല? ഇല്ലല്ല, അനുവദിച്ചില്ല. ഞങ്ങൾ കൊടുത്ത ഭക്ഷണം പോലും കൊടുത്തില്ലല്ലോ അവര്. പിന്നെ അങ്ങനെ കാണാൻ അനുവദിക്കുന്നത്? ആഹാരമല്ലേ മെയിനായിട്ട് കൊടുക്കുന്നത്. ഈ മാല ലഭിച്ചതിന് ശേഷം നിങ്ങളോട് ക്ഷമ ചോദിക്കുന്ന നടപടി എന്തെങ്കിലും? ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാ പറഞ്ഞെന്തരാണ് ഞാനും കൂടെ നിൽക്കിച്ചാ പറയണേ. എന്റെ ഭാര്യ ഇറക്കിക്കൊണ്ട് വരുന്ന സമയത്ത് ഈ മൊബൈൽ മേടിച്ചെന്നുള്ള പരാതി എഴുതി കൊടുത്തിട്ട് പോകാന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് എസ് ഐ വിളിച്ച് തിരിച്ചു പറയുന്നു, നിന്റെ അടുക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന്. അത് വേറൊരു രീതിയിൽ വിളിച്ചിട്ടാണ് പറയണം. നിന്റെ അടുക്ക് ഒരു കാര്യം പറയാനുണ്ട്, ഈ കവടിയാർ ഭാഗത്തോ അമ്പലമുക്കിലോ കണ്ടുപോകരുത്, ഈ നാട് വിട്ടേ പൊയ്ക്കോളൂ എന്നാണ് പറഞ്ഞത്. ഞാനും കേട്ടോണ്ട് നിൽക്കിച്ചാ പറയുന്നത്. അറിയില്ല സാറേ. എനിക്ക് എന്റെ ഭാര്യയെ ഇങ്ങോട്ട് വെളിയിറക്കിയ സമയത്ത് എനിക്കത് എന്തോ ഒരു സന്തോഷം പോലെ. കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. മാനം പോയല്ലോ, ഇനിയിപ്പം എന്താ ചിന്തിക്കേണ്ടത്? ഈ എസ് ഐ ആണോ അങ്ങനെ പറഞ്ഞത് കണ്ടുപോകരുത്? ഈ എസ് ഐ പറഞ്ഞു കണ്ടുപോകില്ലെന്ന്. ഈ നാട്ടിൽ എന്താ കാപ്പ ഒത്തിരിക്കണമെന്ന്. എന്റെ ഭാര്യ അങ്ങനെയുള്ള തെറ്റൊന്നും കാണിച്ചില്ലല്ലോ.